ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അതായത് പിമ്പിൾസ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ബ്ലാക്ക് മാർക്സ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അധികം പിമ്പിൾസ് വരുന്ന ടൈപ്പ് സ്കിന്നല്ല. പക്ഷേ ഒരു ടൈമിൽ എനിക്ക് നല്ല പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് വരുന്നതിനേക്കാളും നമുക്കൊരു സങ്കടം ഉണ്ടാവുക അതിനുശേഷം വരുന്ന ആ ഒരു ബ്ലാക്ക് മാർക്സ് ആണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്കിൻ ഓയിലി ടു നോർമൽ സ്കിന്നിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് സ്കിന്നുള്ളവർക്കായിരിക്കും ഈ ഒരു വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം ഞാനിത് ഡ്രൈ സ്കിന്നിലൊന്നും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെ ഒറ്റ യൂസ് കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കിൻ കെയർ അല്ല ഞാൻ ചെയ്യുന്നത്. ഇത് മിനിമം ഒരു 10 days എങ്കിലും ചെയ്താലേ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ മാറ്റം ഉണ്ടാവുള്ളൂ. എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് മാറ്റം കണ്ടത്. അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ആൽമണ്ടിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ആൽമണ്ട് ഒരു 3 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് ആൽമണ്ട് എടുക്കാത്തതിൻ്റെ കാരണം ഓയിലി സ്കിന്നുകാർക്ക് അതത്ര നല്ലതായിരിക്കില്ല. പിമ്പിൾസിന് ശേഷം ഉണ്ടാവുന്ന ബ്ലാക്ക് മാർക്സ് റിമൂവ് ചെയ്യാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഫൈൻ പൗഡറൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഈ കാണുന്ന പോലെ പൊടിച്ചെടുത്താൽ മതി. ഫൈനായിട്ടുള്ള പൗഡറൊന്നും ഇതിനാവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഹണിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ യൂസിലൊന്നും മാറ്റം കാണാൻ വേണ്ടി പറ്റൂല. 10 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും മാത്രമേ മാറ്റം കാണാൻ വേണ്ടി പറ്റുള്ളൂ. എവിടെയാണോ കറുത്ത പാടുകളുള്ളത് അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 15 മിനിറ്റിന് ശേഷം കഴുകി കളയുന്ന സമയത്ത് സോപ്പൊന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.